കാനഡയിൽ മഞ്ഞ് പെയ്യാനുണ്ടോ? ഇതിപ്പോൾ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് അമ്മയെ? വണ്ടിയുടെ ഉള്ളോട്ടൊക്കെ മഞ്ഞ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഞാൻ വണ്ടി കൊണ്ട് നിർത്തിയിട്ടിട്ട് ഒരു 10-15 മിനിറ്റേ ആയുള്ളൂ. അപ്പോഴത്തേനും വന്നൊരു മഞ്ഞാണിത് വണ്ടിയുമായി കാണുന്നതൊക്കെ. ഇത് അത്യാവശ്യം ഉള്ളിൽ മറ്റേ പട്ടിപ്പുട പോലെ സാധനമുള്ള ജാക്കറ്റാണ്. അതുകൊണ്ട് തണുക്കണില്ല. ഇതായതുകൊണ്ട് കൈ മാത്രമേ തണുപ്പ് പ്രശ്നമുള്ളൂ. ചെവിയും ഇത് വെച്ചാൽ കാരണം സെറ്റായിട്ടിരിക്കുന്നുണ്ട്. വണ്ടിയുടെ ടയറിലൊക്കെ മഞ്ഞിരിക്കുന്നതാണോ? ഇതൊക്കെ ഇന്നലെ രാത്രി ഓടി തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലും അടിയിലും ഫുള്ള് വണ്ടിയുടെ ചുറ്റും മഞ്ഞാണ്. ഇതിൻ്റെ മറ്റേ റഡാർ സിസ്റ്റം കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. മറ്റേ ആൻറ്റി കൊളീഷൻ്റെ സംഭവങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഗ്രില്ലുമുണ്ട്, അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതൊക്കെ മഞ്ഞ് വന്ന് മൂടി. നമ്പർ പ്ലേറ്റ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ലണ്ടനിൽ മാത്രമാണെന്ന് തോന്നുന്നു ഇത്ര മഞ്ഞുള്ളത്. മിസ്സാഗയിലും ടൊറൻറ്റോയിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വെച്ചപ്പോൾ അവിടെ ഒന്നും മഞ്ഞ് പോയിട്ട് ഒരു പട്ടിപ്പോട് പോലെ ആകാശത്ത് വീണിട്ടില്ല എന്ന് പറയണത്. നമ്മുടെ ഡ്രൈവ് ഇന്നലെ ഞങ്ങൾ ഉപ്പൊക്കെ ഇട്ട് മൊത്തം ക്ലീൻ ചെയ്ത ഡ്രൈവാണ് ഈ കാണുന്നത്. അവിടെയും ഫുള്ള് മഞ്ഞായി. പിന്നെ നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് വേണ്ടി സിമ്പിളായിട്ട് ഇടിച്ച് കയറ്റി ഇടാൻ പറ്റുമെന്നേ. ഒരു ക്യാമറ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കാനഡയിലെ മഞ്ഞ്? ലണ്ടനിൽ മാത്രമാണ് ഞാൻ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും കട്ടിക്ക് മഞ്ഞ് വീണായിട്ട് ഫീൽ ചെയ്തതാണത്. അതിനിപ്പോൾ രണ്ടു കൊല്ലം മഞ്ഞ് ഇവിടെ കൂടാത്തണോന്നൊന്നും അറിയില്ല. ഞാൻ വന്ന എല്ലാ കൊല്ലവും ആദ്യത്തെ കൊല്ലം രണ്ടാമത്തെ കൊല്ലം മഞ്ഞിന് നേരെ നാട്ടിലേക്ക് പറന്നു പോയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു വിൻ്ററാണ് ഇവിടെ കിട്ടിയത്. അപ്പോൾ ഈ ഒരു വിൻ്ററിൽ നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ പോവും. കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കാണും. വെള്ളച്ചാട്ടങ്ങൾ വിൻ്ററിൽ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ പ്രാവശ്യം പറ്റുകയാണെങ്കിൽ പോകണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.